എല്ലാവർക്കും എൻ്റെ പൊൻവീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് കണ്ടപ്പോഴേ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ, ചക്ക വെച്ച് കറി വയ്ക്കാൻ പോവുകയായിരിക്കും എന്നല്ലേ. ചെറിയ ചക്ക കേട്ടോ. ഇനി ഈ ചക്ക കൊണ്ട് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഫ്രൈ പോലെ നമുക്കൊരു ഫ്രൈ ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഇപ്പോൾ ഈ ചക്ക പിടിച്ചെടുക്കുമ്പോൾ എല്ലാവരും ഒരു ചെറിയ ചക്കയൊക്കെ വെട്ടി ഇങ്ങനെ കട്ട് ചെയ്തൊന്ന് കഴിക്കണം കേട്ടോ. നല്ല നല്ല രുചിയാണ്. ഞാൻ ഈ ചെയ്യുന്നത് പോലെ ചെയ്താലോ, അല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണക്കൊക്കെ ചെയ്താലോ നല്ലതായിരിക്കും കേട്ടോ. നമുക്കിന്ന് ഇതൊക്കെ ഒന്ന് കുറച്ച് വെട്ടിയെടുത്ത് മുള്ളൊക്കെ കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കി കൊണ്ടുവരാം കേട്ടോ. അതിന് മുമ്പേ നമ്മൾ കയ്യിലൊക്കെ എണ്ണയൊക്കെ പുരട്ടിയിട്ട് വേണം ഇത് ശരിയാക്കാൻ. ആദ്യം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യാം. ഇതിപ്പോൾ എനിക്കിപ്പോൾ കുറച്ച് മതി. കറ കണ്ടോ? ഇതാണ് കറ. ഈ കറയൊക്കെ തുടച്ചുകൊണ്ട് വരട്ടെ കേട്ടോ. ഞാൻ ഒരു ചക്ക ഇടുന്ന് കുറച്ച് ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. കറയൊക്കെ കളഞ്ഞിട്ട്. പണ്ടൊക്കെ ആണെങ്കിൽ ചക്ക കട്ട് ചെയ്യാൻ തുടങ്ങിയാൽ തന്നെ 1 കിൻഡൽ ചകിരി എടുത്തുകൊണ്ട് വയ്ക്കാം. അമ്മയൊക്കെ അങ്ങനെയായിരുന്നു. ഇനി നമുക്കിത് ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഇപ്പം പേപ്പറോ ഏതെങ്കിലുമൊക്കെ വെച്ച് തുടച്ച് കളയും അല്ലേ. ഇപ്പോൾ എവിടെ ഇരിക്കുന്ന ചകിരിയൊക്കെ ആരെടുക്കാൻ പോകുന്നു? ഇതേപോലെ നമുക്ക് റൗണ്ടിന് പീസാക്കാം കേട്ടോ. ചക്കയെല്ലാം ഞാൻ ഇതേപോലെ റൗണ്ടിന് പീസാക്കിയിട്ടുണ്ട് കേട്ടോ. എത്ര വെയിറ്റ് ആയിരുന്നു അറിയാം. ഞാൻ ഇന്നലെ കൊല്ലത്തുനിന്ന് കൊണ്ടുവന്നു 2 ചെറിയ ചക്ക. ഭയങ്കര വെയിറ്റ് ആയിരുന്നു. എങ്ങനെയെങ്കിലും എത്തിച്ചത്. ഇനി നമുക്ക് ഈ മുള്ളെല്ലാം കളയണം കേട്ടോ. മുള്ളെല്ലാം ഇതേപോലെ. ഇത് കുരുവൊന്നും ആയിട്ടില്ല, വെറും ചകിരി മാത്രമേ ആയിട്ടുള്ളൂ കേട്ടോ. ഇതേപോലെ നമുക്ക് വൃത്തിയാക്കി എടുക്കാം. ആവശ്യം പോലെ എണ്ണയൊക്കെ തേച്ചിട്ടുണ്ട് കേട്ടോ. ഒട്ടും കറിയാവില്ല. നമ്മൾ ഈ പിച്ചാത്തിയിലൊക്കെ ഇങ്ങനെ കത്തിയിലൊക്കെ കറിയാണെങ്കിൽ കുറച്ച് എണ്ണ തേച്ചിട്ട് തീയിലോട്ടൊന്ന് കാണിച്ചാൽ മതി. എന്നിട്ടൊന്ന് തുടച്ച് കളഞ്ഞാൽ മതി കേട്ടോ. പണ്ടൊക്കെ ആണെങ്കിൽ പിച്ചാത്തി വെച്ച് ഇങ്ങനെ എണ്ണ തേച്ചിട്ട് കിരികിരാം അങ്ങനെയൊക്കെ ആയിരുന്നു പണ്ട് എൻ്റെ കൊച്ചിലേക്ക്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഇങ്ങനെയൊക്കെയാണ് കളയുന്നത്. അപ്പോൾ നമുക്ക് ഈ ചക്കയൊക്കെ ഒന്ന് പീസാക്കി എടുക്കാം. അതേമാതിരി ഇതിൻ്റെ അകത്തുള്ള ഈ സാധനം വേണ്ട കേട്ടോ. അത് മാറ്റി വയ്ക്കാം. അത് വേവത്തില്ല കേട്ടോ. വേറൊരു രുചിയാണ് അത് വേണ്ട. നമുക്ക് വേണമെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ തോരൻ വയ്ക്കാൻ നേരത്ത് അത് ഈ പൂഞ്ഞ് കേട്ടോ. ഇതിന് പൂഞ്ഞെന്നല്ലേ പറയുന്നത് ചക്കയുടെ. ആ പൂഞ്ഞ് നമുക്ക് മാറ്റി വയ്ക്കാം. അങ്ങനെ നമുക്ക് ഈ ചക്കയുടെ പൂഞ്ഞുകളെല്ലാം അങ്ങ് മാറ്റണം. കണ്ടില്ലേ, ഇങ്ങനെ പൂഞ്ഞെല്ലാം മാറ്റി വൃത്തിയാക്കി എടുക്കണം. ചക്കയെല്ലാം ഞാൻ താണ്ട പീസാക്കി ചെറിയ കഷ്ണമാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇങ്ങനെ പീസാക്കണം. ഇതുപോലെ ഇത്രയും ഇത്രച്ചായിട്ട് ആക്കി വയ്ക്കണം. എല്ലാം നമുക്ക് ഇതേപോലെ ആക്കി വയ്ക്കണം. നമുക്ക് ചോറിൻ്റെ കൂടെ ഒരു ഫ്രൈ ആണ് കേട്ടോ. ഇത് വേണം വെറുതെയും കഴിക്കാം. നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഒരു കറിയും കൂടെ ആവുമല്ലോ. ഇതെല്ലാം ഇങ്ങനെ പീസാക്കണം. ഇതേപോലെ ചെറുതായിട്ട് പീസാക്കണം. കണ്ടില്ലേ, ഇതേപോലെ പീസാക്കി. നമ്മളെ ഇടിയൻ ചക്ക ഇതെല്ലാം ചെറുതായിട്ട് ചിക്കൻ അരിയുന്ന കണക്ക് അരിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അതിനകത്ത് ചേർക്കാൻ പോകുന്നത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ചത്. അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കിയെടുക്കാം കേട്ടോ. പിന്നെ ശകലം കറിവേപ്പില കുറച്ച് ഇതിനകത്ത് ഇടണം. പിന്നെ നമ്മൾ ലാസ്റ്റ് കുറച്ച് വറുത്ത് കോരണം. പിന്നെ ചിക്കൻ മസാല 2 സ്പൂൺ ചിക്കൻ മസാല ഇടണം കേട്ടോ. പിന്നെ നമ്മുടെ മെയിൻ സാധനം 1 സ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ കാശ്മീരി മുളക് പൊടി 1 സ്പൂൺ. പിന്നെ പെരിഞ്ജീരകം, സാധാരണ കുറച്ച് പെരിഞ്ജീരകം ഇടണം. ഇനി ഗരം മസാല എല്ലാം കൂടെ പൊടിച്ചത്, കുരുമുളകും എല്ലാം കൂടെ പൊടിച്ചത് 1 സ്പൂൺ ഇടണം. ഇനി വേണ്ടുന്നത് വലിയൊരു സ്പൂൺ കോൺഫ്ലവർ. ഇനി നമ്മുടെ തരിതരിപ്പായിട്ടുള്ള അരിപ്പൊടി 1 സ്പൂൺ.
നമ്മളിനി കളറിന് വേണ്ടി പൊടികളൊന്നും ചേർക്കുന്നില്ല. ഇത് ഞാൻ കണ്ട ഒരു ബീറ്റ്റൂട്ട് അരച്ചതാണ്, അതും ഇതിൻ്റെ കൂടെ. ബീറ്റ്റൂട്ട് അരച്ചത് ഇതിൻ്റെ കൂടെ ചേർത്ത് ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്ത് നല്ലോണം ഇതെല്ലാം നല്ലോണം യോജിപ്പിച്ചെടുക്കണം. പൊടികളെല്ലാം കളർ കണ്ടോ? ഇത് ഈ ചുവപ്പ് കളർ ഈ ബീറ്റ്റൂട്ട് ആകുമ്പോൾ നമ്മളെ ശരീരത്തിൽ കേടൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇത് തന്നെ ചേർക്കണ്ട കേട്ടോ. മറ്റേ കളർ പൗഡറൊന്നും ആരും ചേർക്കരുത് കേട്ടോ. ഇതൊക്കെ കെമിക്കലുകളാണ്. അത് അറിയാമല്ലോ എല്ലാവർക്കും, ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. നമ്മളെ ബീറ്റ്റൂട്ട് മാത്രം ചേർത്താൽ മതി. കണ്ടില്ലേ? ഇങ്ങനെ എല്ലാം പുരട്ടിയിട്ട് നമ്മൾ ആ ജാറിൽ നല്ല ബീറ്റ്റൂട്ടിൻ്റെ വെള്ളം ഇങ്ങനെ കഴുകിയത് അത് കുറച്ച് ഇങ്ങനെ കുടയുക, ഒന്ന് മിക്സാക്കി എടുക്കുക എല്ലാം കൂടി. അപ്പോൾ നല്ല അരപ്പും എല്ലാം നല്ല മിക്സ് ആവും. കണ്ടില്ലേ? നല്ല കളറില്ലേ? കണ്ടോ? നല്ല സവാളയൊന്നും വേണ്ട കേട്ടോ. ഇഞ്ചി പച്ചമുളക് എല്ലാം അരച്ച് നമ്മൾ മിക്സിയിൽ അരച്ച് ഇതിൻ്റെ കൂടെ ചേർത്താൽ മാത്രം മതി. ഇനി നമുക്ക് എണ്ണയിൽ വറുത്ത് വരണം. അത് 2 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇരിക്കണം, ഉപ്പൊക്കെ ഒന്ന് പിടിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് ഉപ്പുണ്ടോ എന്നൊന്ന് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ഉപ്പും കൂടെ ഇട്ട് പുരട്ടണം കേട്ടോ. നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ വെച്ചേക്കാം. ഇച്ചിരി എണ്ണ തിളയ്ക്കുന്ന സമയം വരെ നമുക്കിത് ഇങ്ങോട്ടൊന്ന് വെക്കാം. വേണമെന്നുണ്ടെങ്കിൽ സവാള വറുത്ത് കോരി ഇടാം. ഒരു ഗോൾഡ് കളറിൽ നമുക്ക് വറുത്ത് കോരി ഇടാം കേട്ടോ. കണ്ടില്ലേ? നല്ല കളറില്ലേ? ഓക്കെ. ഇനി നമുക്ക് എണ്ണയൊക്കെ വെച്ച് തിളച്ച് വരുമ്പോഴത്തേക്ക് ഇത് നല്ല ഉപ്പൊക്കെ പിടിച്ച് കറക്റ്റ് ആവും. ഇത് നമുക്ക് ഇവിടെ അടച്ചു വെച്ചിട്ട് എണ്ണയൊക്കെ തിളപ്പിക്കാൻ പോയി. അപ്പോഴത്തേക്ക് ഇതെല്ലാം ശരിയാവും. ഓക്കെ. എണ്ണയൊക്കെ തിളച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് കറിവേപ്പില അങ്ങ് വറുത്ത് ഈ കറിവേപ്പില വറുത്ത് കോരി അങ്ങ് മാറ്റാം. ഇനി നമ്മുടെ ചക്ക ഉണ്ടല്ലേ, ചക്ക നല്ല കളറിരിക്കട്ടോ. തീ സിമ്മിലാക്കണ്ട, ഒരു ഇടയ്ക്ക് ഒന്ന് വെച്ചാൽ മതി. ഇങ്ങനെ സ്പൂണ് വെച്ച് കോരിയിട്ടാൽ മതി, അല്ലെങ്കിൽ കയ്യിലെല്ലാം തെറിച്ച് വീഴും കേട്ടോ. പെട്ടെന്ന് ഇളക്കി കൊടുക്കരുത്. ഒന്ന് സെറ്റായതിന് ശേഷം മാത്രമേ ഇളക്കി കൊടുക്കാവൂ. തീ അങ്ങ് കുറച്ച് വയ്ക്കണം. അങ്ങ് സിമ്മിലാക്കരുത്, ഇടയ്ക്കുള്ള പാകത്തിൽ വെച്ചേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലോണം അരപ്പൊക്കെ പിടിച്ച് നല്ല ലെവലിൽ ഇടാം. നല്ല നമ്മൾ ചിക്കൻ ഫ്രൈ പോലും തോറ്റു പോകുന്ന കളറിൽ നമുക്ക് കിട്ടും കേട്ടോ. ഇത് നല്ല മൊരി പതുക്കെ വേവത്തോള്. അത് എളുപ്പമൊന്നും കോരിയെടുക്കരുത്. ചെറുതായിട്ട് ഇങ്ങനെ തട്ടി കൊടുത്താൽ മാത്രം മതി. ഒരു സൈഡ് വെന്ത് തിരിച്ചും മറിച്ചും നമുക്കിട്ട് കോരിയെടുക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പോൾ ചക്കയൊക്കെ പിടിച്ച് വരുന്ന സമയമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരു വെറൈറ്റി വിഭവം ഉണ്ടാക്കി കൊടുക്കാൻ എല്ലാവരും ശ്രമിക്കണം കേട്ടോ. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്കും നമ്മളോട് സ്നേഹവും തോന്നും, സന്തോഷവും തോന്നും കേട്ടോ. വെറുതെ പറയും കേട്ടോ. നമുക്കൊരു ഹോബിയാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. എന്നെ സംബന്ധിച്ച് ഒരു ഹോബി തന്നെയാണ് കേട്ടോ. എനിക്ക് സമയം പോകാം. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു സന്തോഷമൊക്കെ കിട്ടും എനിക്ക്. അതുകൊണ്ട് ഞാൻ ഈ മെയിനായിട്ട് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ. ഇതൊക്കെ നമുക്ക് നല്ല വൃത്തിയായിട്ട് വറുത്ത് പോരാം. ഞാൻ ഇതിൻ്റെ കൂടെ ഇന്ന് കഴിക്കാനേ ഈ സ്പെഷ്യൽ ചോറാണ് വെച്ചേക്കുന്നത് കേട്ടോ. നമ്മൾ ഉരുളൻകിഴങ്ങും കപ്പലേണ്ടിയും പൊട്ടുകടലയും കൂടെ വറുത്ത് കോരി ഇട്ടതാണ്. ഇത് ബിരിയാണി റൈസ് തന്നെയാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം വെച്ച് വറ്റിച്ചെടുത്ത് നല്ലോണം കണ്ടില്ലേ പയർ കണക്കെടുക്കുന്നത്. ഇത്തിരി ഉപ്പിട്ട് തിളപ്പിച്ച് അതിനകത്ത് മസാലകൾ വേറെകളൊന്നും ചേർത്തിട്ടില്ല. ഇങ്ങനെ സാധാ ഒരു ചോറാണ് കേട്ടോ. നല്ല ടേസ്റ്റായിരിക്കും. ഇതെങ്ങനെ ഇരിക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ചക്ക ഫ്രൈ എന്തോ ആയെന്ന് നോക്കാം. നമ്മുടെ ചക്ക ഫ്രൈ ഒക്കെ ശരിയായിട്ടുണ്ട്. നമുക്കത് കോരി നോക്കാം. കണ്ടില്ലേ? കണ്ട നല്ല അടിപൊളിയായിട്ടായിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം.
നമുക്ക് എല്ലാം ഇതേപോലെ തന്നെ പുറത്ത് പോരാം. ഇനി രണ്ടാമതും ഇട്ടിട്ടുണ്ട്. ഇളക്കി മറിക്കരുതെന്ന് പറയുന്നത് കാരണം വെച്ചാൽ നമ്മുടെ ഈ അരപ്പ് ചേർത്തിട്ടുണ്ടല്ലോ, ഇളക്കി പോയാൽ ഈ അരപ്പുകളെല്ലാം എണ്ണയിലങ്ങ് വിട്ടുപോകും. അതുകൊണ്ടാണ് ഇട്ട് കഴിഞ്ഞ് ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമേ ഇത് മറിച്ചിടാവൂ. അല്ലെങ്കിൽ ഈ അരപ്പെല്ലാം ഈ എണ്ണയിൽ അങ്ങ് പോകും, ഈ കളറും എല്ലാം അങ്ങ് പോകും. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഇട്ടേക്കണം. ഓക്കെ, കണ്ടില്ലേ കൂട്ടുകാരെ, നമ്മുടെ ചക്ക ഫ്രൈ കണ്ടില്ലേ? നല്ല ടേസ്റ്റ് കഴിക്കാം കേട്ടതാ, കരിമുര ഇരിക്കാം. നമുക്ക് വേണ്ടതേ ഉണ്ട് കറിവേപ്പില. വെറുതെ പറക്കെ കഴിക്കാനും ചോറിൻ്റെ കൂടെ ഏറ്റവും നല്ലതാണ് കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണം. ചക്കയൊക്കെ സീസണ് സമയമായിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഉണ്ടോ, ചക്കയാണെന്ന് പറയത്തില്ല, പിള്ളേരെയൊക്കെ പറ്റിക്കാം കേട്ടോ. ഓക്കെ, അടുത്തൊരു വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.